ഈ ഓട്ടോ വേണു നാഗവള്ളി സംവിധാനം ചെയ്ത മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമ, സാധാരണക്കാരുടെ ജനകീയ സിനിമ. മലയാളിക്ക് മറക്കാനാവില്ല അതിലെ ലാലേട്ടൻ്റെ സുധിയെ. നമുക്കതിൻ്റെ ആ പഴയ ഓർമ്മകളിലേക്കൊക്കെ ഒന്ന് പോയാലോ ലാലേട്ടാ? ശരിയാണ്, നിങ്ങൾക്കെന്ന പോലെ എനിക്കും പ്രിയപ്പെട്ടതാണ് എ ഓട്ടോയും അതിലെ എൻ്റെ സുധി എന്ന കഥാപാത്രത്തെയും. 28 വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ്. പാവപ്പെട്ട ഓട്ടോ തൊഴിലാളികളുടെ ജീവിതഗന്ധിയായ സാധാരണക്കാരുടെ ചിത്രം. അതിലെ നായകനായ സുധിക്ക് പകിട്ടും ആഡംബരവും ഒന്നുമില്ല. നടന്മാരൊക്കെ ഇമേജ് കോൺഷ്യസ് ആയിരുന്ന കാലത്താണ് ഞാൻ ഈ ദരിദ്ര നായകനെ അതിൽ അവതരിപ്പിച്ചത്. ഒരർത്ഥത്തിൽ അതായിരുന്നു അതിൻ്റെ വിജയരഹസ്യവും. എനിക്ക് സഹോദര തുല്യനായ വേണു നാഗവള്ളിയാണ് ഈ സിനിമയുടെ സൃഷ്ടാവ്. മറ്റൊരു പ്രത്യേകത, എ ഓട്ടോയുടെ നിർമ്മാതാവ് എൻ്റെ ആദ്യകാല ഗുരുവും സഹപാഠിയും പിന്നീട് സഹപ്രവർത്തകനും സുഹൃത്തും ഒക്കെയായ മണിയമ്പിള്ള രാജുവായിരുന്നു. അതെ, നമ്മുടെ മണിയമ്പിള്ള രാജു. ഒരുപക്ഷെ അദ്ദേഹത്തിനായിരിക്കും ഈ സിനിമയെക്കുറിച്ച് എന്നേക്കാൾ ഏറെ പറയാനുള്ളത്. എങ്കിൽ ലാലേട്ടാ, നമുക്ക് രാജുചേട്ടനെ വേദിയിലേക്ക് ക്ഷണിച്ചാലോ? ലെറ്റ്സ് വെൽക്കം മണിയമ്പിള്ള രാജു ചേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. നമസ്തേ. ഇരിക്കട്ടെ. ഇരിക്കൂ. ഞാനൊരു കൺഫ്യൂഷനിലാണ്. സുധീർ കുമാർ, രാജു, മണിയമ്പിള്ള രാജു, രാജു ചേട്ടൻ, മണിയൻ, എന്താണ് ഞാൻ വിളിക്കേണ്ടത്? എന്തായാലും രാജു ചേട്ടാന്ന് ഞാൻ വിളിച്ചേക്കാം, കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരു സംശയം. ഞാൻ പറഞ്ഞു എൻ്റെ ഗുരുതുല്യനായ ഒരാളാണ് അങ്ങെന്ന്. എങ്ങനെയാണ് അങ്ങ് എൻ്റെ ഗുരുവായത് എന്ന് ഇവർക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. മോഡൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 71 ഞാൻ SSLC പാസ്സാകുമ്പം ലാൽ എന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ അന്ന് കണ്ടിന്യൂസ് 3 കൊല്ലം ബെസ്റ്റ് ആക്ടർ, ആർട്സ് ക്ലബ് സെക്രട്ടറിയായിട്ടൊക്കെ ഞാൻ ഷൈൻ ചെയ്ത് പുറത്തിറങ്ങിയ ഒരു കാലം. അങ്ങനെ മോഹൻലാലും ഒരു 6-7 സുഹൃത്തുക്കൾ വന്നൊരു നാടകം അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പം 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. എന്നിട്ട് വേളൂർ കൃഷ്ണൻകുട്ടിയുടെ കമ്പ്യൂട്ടർ ബോയ് എന്നുള്ള നാടകം ഇവരെ പഠിപ്പിച്ചു. ഇവരുടെ നിന്നെല്ലാം 3 രൂപ വെച്ച് കളക്ട് ചെയ്തിട്ട് മേക്കപ്പ് മെറ്റീരിയൽസ് വാങ്ങിച്ച് മേക്കപ്പ് ചെയ്തു. അന്ന് ലാൽ 80 വയസ്സായ ഒരു വയസ്സിൻ്റെ വേഷമാണ്. 90 വയസ്സുള്ള വയസ്സാണ്. ഫുൾ വെള്ള മുടിയൊക്കെ ആയിട്ട്. സാധാരണ സ്കൂളിൽ 10ാം ക്ലാസ്സുകാർക്കാണ്, ഔട്ട് ഗോയിങ് സ്റ്റുഡൻസിനാണ് പ്രിഫറൻസ്, ബെസ്റ്റ് ആക്ടറും അല്ലെങ്കിൽ ബെസ്റ്റ് ഡ്രാമയ്ക്ക് കിട്ടുന്നത്. ആ വർഷം ബെസ്റ്റ് ആക്ടർ മോഹൻലാലിനും കിട്ടി, ബെസ്റ്റ് ഡ്രാമയ്ക്കും അത് കിട്ടി. ഇതേപോലെ കയ്യടി നടക്കുമ്പോൾ ഞാൻ മോഡൽ സ്കൂളിൻ്റെ മതിലാടി ഓടി രക്ഷപ്പെടുകയാണ്. കാര്യം സീനിയേഴ്സ് എല്ലാം കൂടെ എന്നെ വളഞ്ഞു വെച്ച് അടിക്കുന്നത് മനസ്സിലായി. ഞാൻ ആ നാടകത്തിൽ ലാൽ പ്രൈസ് വാങ്ങിക്കുന്നതിന് മുമ്പേ വീട്ടിലെത്തിക്കഴിഞ്ഞു. ഇങ്ങനെയാണ് തുടക്കം, അല്ലേ? എൻ്റെ മുഖത്ത് ആദ്യമായിട്ട് മേക്കപ്പ് ഇട്ടത് അങ്ങനെയാണ്. അതിൻ്റെ ആ ഗുരുത്വം ഞാൻ ഇന്നും സൂക്ഷിക്കുന്നു. അയ്യോ, അപ്പോൾ എൻ്റെ അടുത്ത് ലാൽ പലയിടത്തും പറഞ്ഞു ഇങ്ങനെ, എൻ്റെ പേര് സുധീർ കുമാർ എന്നാണ്, വീട്ടിലെ പേര് രാജു എന്നാണ്. സിനിമ അഭിനയിച്ച ശേഷം അതും കൂടെ ചേർത്ത് മണിയമ്പിള്ള രാജു എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പറഞ്ഞു ഇങ്ങനെ രാജു ചേട്ടൻ്റെ കൈപ്പുണ്യമാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ആ നാടകത്തിൽ 8 പേരോളം കൂടെ അഭിനയിച്ചു. അവരെല്ലാം ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, വലിയ ബിസിനസ്മാൻമാരെല്ലാം ആയിപ്പോയിട്ടുണ്ട്. അതിൽ നടനായിട്ട്, ലോകപ്രശസ്ത നടനായിട്ട് ഇത്രയും വലിയ മോഹൻലാൽ അത് മോഹൻലാൽ ഒരു അവതാരമാണ്. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും അങ്ങേയറ്റത്തെ അഭിനയ മികവും ഒക്കെയാണ് അദ്ദേഹത്തിന് ഇവിടം വരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഈ എ ഓട്ടോയുടെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കോഴിക്കോടാണ് ഇത് ഷൂട്ട് ചെയ്തത്. പക്ഷേ ഇത് തിരുവനന്തപുരം ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് അത് അങ്ങനെ കോഴിക്കോട് ഷൂട്ട് ചെയ്യാൻ കാരണം പറയാൻ? അല്ല, ആദ്യം ഈ സിനിമ ഉണ്ടാവുന്ന തന്നെ പറയാം. അതും കൂടെ ഒന്ന് പറഞ്ഞു പെട്ടെന്ന് പറയാം. അതായത് വെള്ളാനകളുടെ നാട് ഒരു പടം ഞങ്ങൾ എടുത്തിട്ട് പ്രിയദർശൻ, മോഹൻലാൽ, ഞാൻ ആ ടീമിൻ്റെ പടം 100 ദിവസം ഓടി. ചിത്രം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 100 ദിവസം ഓടി. നല്ലൊരു സിനിമയായിരുന്നു. അപ്പോൾ അടുത്ത പടവും അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം പ്രിയദർശൻ ഒന്ന് തിരക്കിലായപ്പം മോഹൻലാൽ എന്നെ വിളിച്ചു പറഞ്ഞു, നമുക്ക് വേണു നാഗവള്ളി ചേട്ടൻ ഒരു പടം കൊടുക്കണം, ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ഒരു കുഴപ്പമില്ല, സബ്ജക്റ്റ് എൻ്റെ എനിക്കും കൂടെ ഇഷ്ടമുള്ളതായിരിക്കണം എന്നാണ്. അതിനെന്താണോ വേണു നാഗവള്ളി സമ്മതിക്കുന്നു. ഞങ്ങൾ 2 പേരും കൂടി ഇരുന്നിട്ട് ഒരു ഡൗൺ ടു എർത്ത് ക്യാരക്ടർ നോക്കിയിട്ട് ഇങ്ങനെ ഒരു ഓട്ടോ ഡ്രൈവറിനെ ബേസ് ചെയ്ത് എടുക്കാൻ നോക്കിയിട്ട് വേണു നാഗവള്ളി തന്നെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓട്ടോ ഡ്രൈവേഴ്സിനെ ഓരോ ദിവസം കൊണ്ട് അവരുടെ അനുഭവങ്ങൾ പറയും. വണ്ടി ഓടുമ്പോൾ ന്യൂട്രലാകുമ്പോൾ ബാക്കിൽ കൈയിട്ട് പിടിക്കുന്ന സംഭവം, അതൊക്കെ അതിനുള്ള മെയിൻ ഐറ്റംസ് എല്ലാം ഓട്ടോ ഡ്രൈവേഴ്സിന് കിട്ടിയാണ്. അതെല്ലാം എടുത്തു വെച്ച് മനോഹരമായ സംഭാഷണം കൊണ്ട് ആ സ്ക്രിപ്റ്റ് മനോഹരമാക്കിയത് വേണു നാഗവള്ളി തന്നെ. എന്നിട്ട് അത് നമ്മൾ കോഴിക്കോട് ഷൂട്ട് ചെയ്തു. കോഴിക്കോട് ഷൂട്ട് എന്ന് വെച്ചാൽ ഇത് റോഡിലും കാര്യങ്ങളിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യേണ്ട ഒരു പടമാണ്. ഏറ്റവും കൂടുതൽ ഷൂട്ടിങ്ങിനെ നമ്മളെ എന്നെന്നും സഹായിക്കുന്നത് കോഴിക്കോടുള്ള ജനങ്ങളാണ്. ഈ പറഞ്ഞ ഒരു തിരുവനന്തപുരത്ത് ഇരുന്നാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. അപ്പോൾ തിരുവനന്തപുരത്ത് ഓട്ടോക്കാരെയാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തത്. അതുകൊണ്ടാവണം എനിക്ക് കൊണ്ട് ട്രിവാൻഡ്രം ഭാഷ സുധിക്ക് വന്നുപോയത്. സുധി ജോലിക്ക് വേണ്ടി കോഴിക്കോട് പോയി ഓട്ടോ ഓടിക്കുന്ന ആളായിരുന്നു. അല്ല, അതിൽ അങ്ങും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വേഷമായിരുന്നല്ലോ. അത് ഓടിച്ച വണ്ടിയുടെ പേര് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ആരും വിളിച്ചു അമ്മയെ നാരായണ, സുന്ദരി എന്നാണ് അവിടുത്തെ
പക്ഷേ ആ സിനിമ ഇറങ്ങിയ ശേഷം പല ഓട്ടോകൾക്കും ഓട്ടോക്കാർ സുന്ദരി എന്നുള്ള പേരിട്ടിട്ടുണ്ട്, അമ്മയും നാരായണ എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത ആ സിനിമയിന് ശേഷം ഒരു വളരെ ജനകീയനായി മോഹൻലാൽ കൂടുതൽ ആണ്, അതിൽ കൂടുതലായി. ഞാൻ പോലും എവിടെയെങ്കിലും പോകുമ്പോൾ ഓട്ടോറിക്ഷക്കാർ എന്നെ വിളിച്ചിട്ട് രാജുവേട്ടാ, അവർ ഓട്ടോയെ കൊണ്ട് ഇറങ്ങുന്ന മാതിരിയല്ല, പലപ്പോഴും പൈസ കൊടുത്താൽ അവർ വേണ്ടെന്ന് പറയും, ഞാൻ നിർബന്ധിച്ച് കൊടുക്കും. അങ്ങനെ അവരുമായിട്ടുള്ള ഒരു ഭയങ്കര ഒരു സ്നേഹബന്ധം ഇന്നും നിലവിലുണ്ട്. പിന്നെ ഓട്ടോറിക്ഷയുടെ പുറകിലൊക്കെ ഒരുപാട് ക്യാപ്ഷൻസ് എഴുതി വെക്കാൻ തുടങ്ങി. അതിനുശേഷം അങ്ങനെയുള്ള തമാശകൾ വന്നതല്ലേ, തട്ടല്ലേ വീട്ടിൽ പട്ടിയാണ് മുട്ടല്ലേ, അങ്ങനെ ഒരുപാട് ക്യാപ്ഷൻസ് ഒക്കെ എഴുതി ഒരുപാട് ഫണ്ണി ഇത് വന്നിട്ടുണ്ടായിരുന്നു ഇതിലൊക്കെ. രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളാണ്. അതേപോലെ തന്നെ ഒരേ കാലഘട്ടത്തിൽ പഠിച്ചു, ഒരേ കാലഘട്ടത്തിൽ ഒരേപോലെ തന്നെ സിനിമ സ്വപ്നങ്ങൾ കണ്ടു. അതിലൊരാൾ മറ്റേ വെച്ച് സിനിമ എടുക്കുന്നു, അത് സൂപ്പർ ഹിറ്റ് ആവുന്നു. എന്ത് രസമാണല്ലേ. സ്കൂൾ തൊട്ടേയുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങളെല്ലാം, പ്രിയദർശനായാലും എം ജെ ശിവകുമാറായാലും. അപ്പം ഒന്നിച്ച് എൻ്റെ ജൂനിയറാണ് 4-5 വർഷത്തിൻ്റെ. പക്ഷെ അന്ന് തൊട്ടേ ഒരു ബന്ധമുണ്ട്, ഇന്നും സിനിമയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി നോക്കട്ടെ, ഇവിടെ എത്രയോ പ്രൊഡ്യൂസർ, മോഹൻലാലിനെ വെച്ച് 5 സിനിമ എടുക്കാൻ ഭാഗ്യമുണ്ടായ പ്രൊഡ്യൂസറാണ് ഞാൻ. ആ രീതിയിൽ എനിക്കൊരു അതിനപ്പുറം എന്ത് വേണം എനിക്ക് അഭിമാനിക്കാനായിട്ട്. കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2-3 കഥകൾ പറയാമോ ലാലേട്ടൻ്റെ? പബ്ലിക്കായിട്ട് പറയണോ? അങ്ങനെയൊന്നുമില്ല, ആർക്കും അറിയാൻ പറ്റാത്ത, ആരും അറിയാൻ പറ്റാത്ത സമയം എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും. ഒന്നാണ് നമ്മൾ എന്നുള്ള സിനിമയുടെ സമയത്ത് അവിടെ ഷൂട്ടിങ് കഴിഞ്ഞ് നമ്മൾ വർക്കല ഗസ്റ്റ് ഹൗസിലോട്ട് വരുമ്പോൾ ഞങ്ങളുടെ നേരത്തെ തീർന്നു, അതോ വേറെ ഉച്ചയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 10 മണിക്ക് അവിടെ വരുമ്പോൾ കാണുന്നത് ആ പ്രൊഡക്ഷനിലുള്ള ഒരാൾ താഴത്തുള്ള ഏതോ ഒരു പെൺകുട്ടിയുടെ കൈ കയറി പിടിക്കുക. അത് ആദിവാസിയോ ഊമയൊക്കെ ആയിരുന്നു ആ കുട്ടി. ആ കുട്ടിയൊക്കെ കൈ പിടിച്ചിട്ട് ആ തുറയിലുള്ളവർ വന്നിട്ട് ഒരു 6-7 സൈസുള്ള ആൾക്കാർ വന്നിട്ട് അയാളെ ഇട്ട് അടിക്കും. എനിക്കറിയാം, മൺമട്ടിയുടെ ഒക്കെ കൈയിട്ട് അയാളെ അടിക്കുന്നത്. ഞാൻ ചത്തുപോയില്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഞാൻ പോലീസിനെ ഫോൺ ചെയ്യാൻ പോകുന്നു, ലാൽ അവർ പറഞ്ഞ് ചെയ്യരുത്, നമുക്ക് പോലീസുമായിട്ട് ഇങ്ങനെ ഒരാളെ തല്ലിക്കൊരുന്നു. അപ്പം അതിൽ വരുന്നത് നീ ആരാ ചോദിക്കാമെന്ന് ചോദിച്ചു. പിന്നെ അവിടുത്തെ കളർ മാറി. ആ 6 തടിയന്മാരെയും മോഹൻലാൽ ഗുസ്തി മുറയിൽ എടുത്ത് മറിച്ചിട്ടു. അവർക്കറിയാം ഇത് പഴയ യൂണിവേഴ്സിറ്റി റെസ്ലിംഗ് ചാമ്പ്യൻ ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ. പക്ഷേ അതുകൊണ്ടൊരു ഗുണമുണ്ടായി, പോലീസ് വന്നപ്പോഴത്തേക്ക് ആ കുറ്റം ചെയ്ത പ്രതിയെ ജീവനോട് കിട്ടി, അല്ലെങ്കിൽ ആ തുറയിലുള്ളവർ അന്ന് കൊല്ലുമായിരുന്നു. ഗ്രേറ്റ്. അപ്പോൾ അന്നത്തോടുകൂടി എനിക്ക് മോഹൻലാലിൻ്റെ ആരോഗ്യപരമായിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് ബഹുമാനം കൂടുതലാണ്. നമ്മളാരും കേൾക്കാത്ത ഒരു കഥയായി പോയി. ഇതുപോലെ രാജുചേട്ടനെ പറ്റി രാജുചേട്ടനെ പറ്റി ഒരുപാട് കഥകളുണ്ട്. പക്ഷെ അതിൽ ഉപരി അദ്ദേഹത്തിന്റെ സിനിമകളിൽ 5 സിനിമ അഭിനയിച്ചു എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ സിനിമ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു സിനിമയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. അതൊരു പിക്നിക്ക് പോലെയാണ്. ഇപ്പോൾ ഈ എ ഓട്ടോ എന്ന് പറയുന്ന ചിത്രമൊക്കെ ഞങ്ങൾ കാലിക്കറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഓട്ടോ ഓടിച്ചാണ് ലൊക്കേഷനിലേക്ക് പോകുന്നത്. KL 11636 അങ്ങനെ എന്തായിരുന്നു എൻ്റെ ഓട്ടോറിക്ഷ നമ്പർ ഞാൻ ഓർക്കുന്നു. എല്ലാ ദിവസവും നമ്മൾ രാവിലെ ഓട്ടോറിക്ഷ ഓടിച്ചാണ് പോകുന്നത്. കാലിക്കറ്റ് സുന്ദരി തന്നെയാണ് ഓടിച്ചു പോകുന്നത്. അതുപോലെ ഒരുപാട് കഥകൾ. കുറച്ചും കൂടെ നമുക്ക് കേൾക്കണമെന്നുണ്ട് എ ഓട്ടോ എന്ന സിനിമയെ പറ്റിയിട്ട്. എ ഓട്ടോ മറ്റന്നാൾ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പം മദുരാശിയിൽ നിന്ന് വണ്ടി, അതിനുള്ള അക്സസറീസ് ഉണ്ടല്ലോ, ആർട്ടിസ്റ്റിൻ്റെ ചെയർ, പ്രൊഡക്ഷനിൽ പാത്രങ്ങൾ, അത് ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് എത്തിയെന്നൊക്കെ ഞാൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്. അന്ന് മൊബൈൽ ഇല്ലാത്തൊരു കാലഘട്ടമാണല്ലോ. പിന്നെ കേൾക്കുന്നത് വണ്ടി വരുന്ന വഴിക്ക് തമിഴ്നാട് ദിണ്ടിക്കൽ ഏതോ ഒരു ഭാഗത്ത് വന്നിട്ട് ആ വണ്ടി മറിഞ്ഞു. ഈ കംപ്ലീറ്റ് പാത്രങ്ങളും ജനങ്ങി അതുമായി അതിലൊരാൾ മരിക്കുകയും കൂടെ ചെയ്തു, ഒരു പയ്യൻ തമിഴ്നാട്ടിൽ നിന്ന് പാത്രം. ഞാൻ ആകെ തളർന്നു. പിറ്റേന്ന് തളർന്നു എന്ന് വെച്ചാൽ പ്രൊഡക്ഷന് പാത്രങ്ങളില്ല എന്നല്ല, അതൊക്കെ നമ്മൾ ആ പിറ്റേ ദിവസം അറിയിച്ചു. പക്ഷേ ഒരു പടം തുടങ്ങുന്നതിന് മുമ്പ് ഒരു വണ്ടി മറിഞ്ഞു, ഒരാൾ മരിച്ചു. ഞാൻ ആകെ തളർന്നു. ദൈവമേ, ഇതൊരു നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരിക്കലുമല്ല, എല്ലാം പോസിറ്റീവാണ് രാജു, നല്ല ഈശ്വരവിശ്വാസത്തോടെ നന്നായിട്ട് ചെയ്താൽ മതി. അങ്ങനെയാണ് പടം തുടങ്ങുമ്പോൾ എനിക്ക് തുടങ്ങുന്നൊരു തലേ ദിവസം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആശ്വസിപ്പിച്ചു. പക്ഷേ അതുപോലെ തന്നെ പക്ഷേ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഈ പടം മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ആവുന്നു. എനിക്ക് അത് മാത്രമല്ല, ആ പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ PK പിള്ള എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഈ പടം ഇപ്പോൾ റിലീസ് ചെയ്യേണ്ട, അക്കരെ എന്നുള്ള പ്രിയദർശൻ പടമുണ്ട്, ജോഷി സാറിൻ്റെ നമ്പർ 20 മെറ്റാസ് മെയിലുണ്ട്, കടത്തനാടൻ അമ്പാടിയുണ്ട്, അങ്ങനെ ഒരു 7 പടങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, ആ 7 പടങ്ങളിൽ 6 എണ്ണത്തിൽ ഞാനുണ്ട്, അഭിനയിക്കുന്നതാണ്. പക്ഷേ ഈ പടങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ തന്നെ ഇറക്കണം, അല്ല വേറൊരു സമയം പേടിച്ച് മാറ്റരുത്. എൻ്റെ ഒറ്റ റിസ്കിൻ്റെ പുറത്താണ് അന്ന് ഇത്രയും വലിയ മിക്കവാറും പടം മോഹൻലാലുണ്ടല്ലോ ഇതിലൊക്കെ, ഒരു റിസ്കിൻ്റെ പുറത്താണ് ആ പടങ്ങളുടെ കൂട്ടത്തിൽ ഇറങ്ങുന്നത്. പക്ഷേ ആ പടങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത് ആ വർഷത്തെ സൂപ്പർ ഹിറ്റ് സിനിമയോട്ടെ. അത് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചില സമയത്ത് ചില തീരുമാനങ്ങളുണ്ട്, അതാണ് ആ തീരുമാനമാണ് ചിലപ്പോൾ നമ്മളെ നന്മയിലേക്ക് കൊണ്ടുവന്നത്. അത് എടുക്കാനായിട്ട് തോന്നുന്നില്ല, അതാണ് കറക്റ്റ്. അങ്ങനെ തോന്നിയാണ് അന്ന്. ആ സമയം റിലീസ് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്തെങ്കിൽ ചിലപ്പം വേറെ രീതിയിലൊക്കെ ആകുമായിരുന്നു. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ, അല്ലേ? ഈ ഓട്ടോ സവാരിയിൽ നമ്മളുടെ ഒപ്പം കൂടാനായിട്ട് ഒരാളും കൂടെ എത്തുന്നുണ്ട് കേട്ടോ ഇവിടെ. ആരാണെന്നറിയോ? ഈ സിനിമയിൽ വളരെ ഫണ്ണി ആയിട്ട് നമ്മളെയൊക്കെ ഒത്തിരി ചിരിപ്പിച്ച ഒരു ക്യാരക്ടർ തന്നെയാണ് കുഞ്ചൻ ചേട്ടൻ. ലെറ്റ്സ് വെൽക്കം ഹിം ഓൺ ടു ദി സ്റ്റേജ്.
മുണ്ടാ. നമസ്കാരം. നമസ്കാരം. കുഞ്ചൻ ചേട്ടാ, ഈ ഓട്ടോ എന്ന സിനിമയിലെ ഒരു ന്യൂ ജനറേഷൻ, ഒരു യങ് ബോയ് ആയിട്ടാണ് കുഞ്ചൻ അന്ന് ആ ചേട്ടൻ സിനിമയിൽ വന്നിട്ടുള്ളത്. കണ്ടതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു. താങ്ക് ഗോഡ്. ചെവിയിൽ കമ്മലും ഒരു ന്യൂ ജനറേഷൻ ഒരു കുട്ടിയെ പോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു. ഇപ്പോഴും ഞാൻ റോട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻ പോയി കഴിഞ്ഞാൽ ഹായ് മുണ്ടൻ നബി എന്ന് പറയുന്ന ഒരുപാട് ചെറുപ്പക്കാർ. അത് വലിയൊരു സുഖമല്ലേ. ഈ ഒരു സമയത്ത് തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അന്നത്തെ ന്യൂ ജനറേഷൻ ആയിട്ട് അഭിനയിച്ചിട്ട് ഇന്നത്തെ ഒരു ന്യൂ ജനറേഷനെ പറ്റിയിട്ട് എന്താണ് ഒരു അഭിപ്രായം? എല്ലാ കാലത്തും ന്യൂ ജനറേഷൻ ഉണ്ട്. ലാൽ സാറിൻ്റെ കാലത്തും ന്യൂ ജനറേഷൻ ഉണ്ട്, എൻ്റെ കാലത്തും ന്യൂ ജനറേഷൻ ഉണ്ട്. ഇതൊക്കെ ഓരോ കാലങ്ങളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എനിക്ക് മനസ്സിലായത് വേറെ കാര്യമുണ്ട്. സാധാരണ വേറെ ഒരാളുടെ ഇരട്ട പേര് നമ്മൾ വിളിക്കും. ഈ കുഞ്ചനെ കാണുമ്പോൾ വേറൊരാളുടെ ഇരട്ട പേരാണ് കുഞ്ചനെ വിളിക്കുന്നത്. ശരിക്കും ശ്രീനിവാസനെയാണ് ഏയ് മുണ്ടാന്ന് വിളിക്കുന്നത്. പക്ഷേ കുഞ്ചനെ കാണുമ്പോഴാണ് ജനങ്ങൾ ഏയ് മുണ്ടാന്ന് വിളിക്കുന്നത്. അതെ അതെ. ഈ ഒരു സവാരിയിൽ ഇനി ഒരാളും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഈ സിനിമയിൽ മറ്റൊരു ക്യാരക്ടർ ചെയ്ത അശോകൻ ചേട്ടൻ. ലെറ്റ്സ് വെൽക്കം ഹിം ഓൺ ടു ദി സ്റ്റേജ്. അശോകൻ ചേട്ടാ, ഈ ഓട്ടോ എന്ന സിനിമയെ പറ്റിയിട്ട് ഒത്തിരി വിശേഷങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അശോകൻ ചേട്ടൻ എന്താണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്? അല്ല, ഞാൻ ശരിക്കും പറഞ്ഞ ഓട്ടോയിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് വേണം എന്ന് പറയാൻ. കാര്യം 1-2 സീനെ അഭിനയിച്ചിട്ടുള്ളൂ. അത് ഈ പടത്തിൽ അങ്ങനെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് വേണമെന്ന് വാസ്തവത്തിൽ ഞാൻ എൻ്റെ പ്രൊഡ്യൂസറായ രാജേഷേട്ടനോട് ഞാൻ പറയുകയായിരുന്നു. കറക്റ്റല്ലേ? ഞാൻ പറയുന്നത് വേഷമില്ല, ഒരു സീനാണ്, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എനിക്ക് അത്ര ഒരു ആഗ്രഹമുണ്ട്. കാരണം ആ ഒരു ടീമിൽ, ഇവരെല്ലാം കൂടെ ഉള്ള ഒരു ടീമിൽ ഒരു എന്തെങ്കിലും ഒരു വേഷം അഭിനയിക്കണമെന്ന് ഞാൻ അങ്ങനെ വലിയ താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ അപ്പം ഇദ്ദേഹം പറഞ്ഞതിനോട്, അയ്യോ അതിനകത്ത് ഞാൻ അശോകന് ചെയ്യാൻ എന്താ വേഷം എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ അത് പ്രശ്നമാക്കണ്ട, ഒരു സീനാണെങ്കിൽ ഒരു സീൻ, അങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഒരു ക്യാരക്ടർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ആ സിനിമയിൽ സത്യത്തിൽ ഞാൻ അഭിനയിക്കുന്നത്. അല്ലാതെ പിന്നെ എന്താ പറഞ്ഞാൽ ഇങ്ങനൊരു ആഗ്രഹം കൊണ്ട് വന്ന് അഭിനയിച്ച പടമാണ്. അപ്പോൾ അന്നപ്പോൾ ആ ക്യാരക്ടറും വളരെ രസമുള്ള ഒരു ക്യാരക്ടർ എനിക്ക് തോന്നി. കാരണം വളരെ മറക്കാൻ പറ്റാത്ത ഒരു സീനായിരുന്നത്. ഒരു പട്ടാളക്കാരൻ വന്നിട്ട് യാത്ര ചെയ്യും, നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം അവൻ്റെ ബാഗ് പൈസ വെച്ചില്ല, അവൻ്റെ പിറ്റേ ദിവസം പെങ്ങളുടെ കല്യാണം അങ്ങനെ എന്തോ ആണ്. അത് ബാഗ് ഓട്ടോയിൽ വെച്ചിട്ട് ഒരു ഓട്ടോയിൽ കയറി പോകുന്നു. ഓട്ടോയിൽ കയറി പോയി തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഓട്ടോ തിരിച്ചങ്ങ് പോകും. ബാഗ് അവിടെ മറന്ന കാര്യം പിന്നീട് ആലോചിക്കുന്നത്. ആ ബാഗ് പിന്നെ അവരെല്ലാം കൂടെ കൊണ്ട് എനിക്ക് തരുമായിരുന്നു. കൊണ്ടുവരുന്നത്. അപ്പോൾ ലാല് പറഞ്ഞു പറ്റൂല, അത് ഏതോ പാവപ്പെട്ട പെണ്ണിൻ്റെ കല്യാണത്താണ് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെയാണ് വീട്ടിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷമായിട്ട് മിലിറ്ററി എന്നുള്ള സാധനം തരികയും നമ്മൾ അവിടെ ഒരു ഡാൻസ് പോലെ കാണിക്കുകയും ചെയ്തു അല്ലേ? ഇല്ല, പിൽക്കാലത്ത് ഈ സംഭവം ഒരു മാതൃകയാക്കിയിട്ട് ഒരുപാട് ഓട്ടോറിക്ഷക്കാർ ഇപ്പോഴും കാണാം. അത് ഏറ്റവും വലിയൊരു ഒരു സംഭവം തന്നെയാണ്. അതിന് കാരണക്കാരനായ അങ്ങേക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഓ താങ്ക് യു, താങ്ക് യു. അശോകൻ ചേട്ടാ, ലാലേട്ടനെ ആദ്യമായിട്ട് കണ്ടത് എപ്പോഴാണ്? ഏത് സിനിമയുടെ ലൊക്കേഷനിലാണെന്നൊക്കെ ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നത് 84 എനിക്ക് തോന്നുന്നു, 84, 85. നമ്മൾ ശിവകാശിയിലൊരു പടം, കുറ്റാലം, ഓമനിക്കാൻ ഓർമ്മ വയ്ക്കാൻ. അല്ല, അതിനുമ്പ് അറിയാം, നേരിട്ട് പരിചയമുണ്ട്. പക്ഷെ സിനിമയിൽ ആദ്യം ഞാൻ അഭിനയിക്കുന്നത് ഈ സിനിമയാണ്. അത് ഞങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്. പിന്നീട് അങ്ങോട്ട് പിന്നെ വാനത്തുമ്പേൾ, പിന്നെ ഒരുപാട് പടങ്ങൾ, ഹലോ, കുറേ പടങ്ങൾ. പിന്നീട് ഒരു സൂപ്പർ ഹിറ്റ് പടം കൂടെയായി ഈ സിനിമ, പിന്നെ എ ഓട്ടോ. അപ്പോൾ അതിലൊക്കെ ഒരു ആക്ടറെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരു നല്ല ടീം. എനിക്ക് തോന്നുന്നില്ല ചാനലിൽ ഏറ്റവും കൂടുതൽ ഇടുന്ന സിനിമകളിൽ ഒന്ന് എ ഓട്ടോ. മീനുക്കുട്ടി, സുധീന്ന് കേട്ടാണോ? അതാരോ വിളിച്ചാണോ? മീനുക്കുട്ടി, ഞാൻ ഇവിടെ ഉണ്ട്. എവിടെ? സുധീ, വരൂ വരൂ. ഓ താങ്ക് യു. എൻ്റെ പേര് മറന്നിട്ടില്ല, വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. നമസ്കാരമുണ്ട്. നമുക്ക് ആദ്യം അറിയേണ്ട ഒരു സംഭവം എന്താ അറിയോ? കാലില് കൊലുസുണ്ടോ? എവിടെയും നഷ്ടപ്പെടുത്തിയിട്ടില്ലല്ലോ. ഈ സിനിമയിൽ അഭിനയിച്ച അനുഭവങ്ങൾ, ഈ സിനിമയെ പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ ചെയ്ത പടത്തിൽ ഒരുപാട് 4-5 പടങ്ങൾ ചെയ്തിട്ടുണ്ട് ലാൽ സാറിൻ്റെ കൂടെ. പക്ഷേ ഈ പടം ഒരിക്കലും
പ്രേക്ഷകർ ഒരിക്കലും മറന്നിട്ടില്ല. എപ്പോൾ നോക്കിയാലും ഈ മീനുകെട്ടി വിട്ടിട്ടുള്ള കളിയില്ല. മറക്കാനാവാത്ത ഏതെങ്കിലും അനുഭവം? എനിക്കൊരു കോൾ വരുന്നുണ്ട്, അപ്പോഴൊക്കെ മൊബൈലില്ലല്ലോ, അപ്പോൾ ലാൻഡ് ലൈനിൽ ഇങ്ങനെ ഒരു കോൾ വരുന്നുണ്ട്. പ്രൊഡ്യൂസർ സാറ്, ഞാൻ മണിയംപിള്ളി രാജു എന്ന് പറയും, എൻ്റെ പടത്തിൽ വന്ന് ഒരു ക്യാരക്ടർ ചെയ്തു തരുമോ? ഞാൻ പറഞ്ഞു അറിയാമോ എന്നെ ചോദിച്ചു. മലയാള പടമൊക്കെ ചെയ്തിട്ടുണ്ടില്ലേ അവരാണല്ലോ. എന്നിട്ട് നേരിട്ട് വന്ന് എൻ്റെ അടുത്ത് സബ്ജക്റ്റ് ഇങ്ങനെ പറഞ്ഞ്, അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഗോഡ് ഫാദറായിട്ട് എൻ്റെ ഗുരുവായിട്ട് വിചാരിക്കുന്ന വേണു നാഗവള്ളി സാറാണ്. 4 പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അവരുടെ കൂടെ. ലാൽ സലാം ബ്യൂട്ടിഫുൾ മൂവി, ആൻഡ് പിന്നെ കിഴക്കുണൂരും പക്ഷിയും എ ഓട്ടം. അപ്പോൾ ഈ പടത്തിൻ്റെ കഥ പറയുമ്പോൾ തന്നെ ഐ വാസ് സോ യങ്, ബിക്കോസ് ഞാൻ എൻ്റെ ഒരു 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് വന്ന ഒരു ഇതാണ്. തമിഴ്നാട്ടിലേ പഠിച്ചുകൊണ്ട് എൻ്റെ തമിഴ് ഷോ ഒരുപാടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ചെയ്യുന്ന പടങ്ങൾ ഇതൊക്കെ. അപ്പോൾ ഐ വാസ് സർപ്രൈസിങ് ബിക്കോസ് ഈസ് എ ബിഗ് ലെജൻഡ്. ഞാൻ ലാൽ സാറിൻ്റെ മുഖം കാണും, അഭിനയിക്കും, അവർ പറഞ്ഞു കൊടുക്കുന്നതിൽ 100% 20% ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പടം അത്രയും ഇഷ്ടപ്പെട്ടു പ്രേക്ഷകർക്ക്. ഈ പടത്തിൽ എന്ത് മാജിക് ഉണ്ടെന്ന് എനിക്ക് ഐ ഡോണ്ട് നോ സ്റ്റിൽ, ബട്ട് എവ്രി വൺ ലവ് ദിസ് മൂവി മീനുക്കുട്ടി. ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റില്ല. ആ പടത്തിൻ്റെ മാജിക് ഞാൻ പറഞ്ഞുതരാം. യു ആർ ദ മാജിക്. ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, അവരുടെ മുഖം, അവരുടെ പീലി തന്നെ. നമ്മൾ ഒരുപാട് ഇങ്ങനെ ഡൗൺ ലുക്ക് അപ്പ് ലുക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ലാൽ സാറിന് പ്രത്യേകിച്ച് ഒരു ഫേസിൻ്റെ ഒരു ഗോഡ് ഗിഫ്റ്റഡ് ഉണ്ട്. ആ പീലി തന്നെ അഭിനയിക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്തിരിക്കുമ്പോൾ ഭയങ്കര പാവം തോന്നും. ഞാൻ വലിയ തറവാട്ടിലുള്ള കുട്ടിയായിരുന്നാലും എന്നെ സ്നേഹിക്കുമ്പോൾ ആൾക്കാരെല്ലാവരും മീനുകുട്ടിയെ സ്നേഹിക്കുന്നവരിതാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് എനിക്ക് സുഖമില്ലാതിരിക്കുമ്പോൾ അങ്ങനെ ചുക്ക് കാഫിയൊക്കെ ഇട്ട് തുളസി എന്ന് പറഞ്ഞു, തുളസി എന്ന് പറയും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആ സീൻസ് എവറി വൺ ലൈക്സ് നോ. പാടും ചൊല്ലിക്കളിച്ചും തല്ലിക്കളിച്ചും നാളെ ഒരാളാകും, പാടും ഒരാളാകും, ഓട്ടോ പൈലറ്റ് പോലാകും. സച്ച് എ ലവ്ലി സോങ് അല്ലേ രാജു ചേട്ടാ? രവീന്ദ്രൻ മാഷിന്റെ ഈ ഒരു പാട്ട് പാടിയത് ആരാണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? MG ശ്രീകുമാർ. അതെ, പക്ഷെ അതിന്റെ തുടക്കത്തില് MG ശ്രീകുമാർ അല്ലേ പാടിയത്? അല്ല, ബിഗിനിങ് അത് ഇംഗ്ലീഷ് MG ശ്രീകുമാറിന് വരില്ല, അതുകൊണ്ട് ചെയ്തതാണ്. എനിക്ക് ഇംഗ്ലീഷ് പാടാൻ ബുദ്ധിമുട്ടുണ്ട്, ചിലപ്പോൾ അറിയാതെ 10,000 ആയി പോകുന്നുണ്ട്. ആ പാട്ട് മുഴുവൻ പാടിയത് ഞാനാണ്. പാടിയത് മാത്രമല്ല, അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പ്ലെയിനിൽ കയറാൻ പോകുന്നത്, നമ്മളൊരു പ്ലെയിൻ സെറ്റിട്ട് കൊണ്ടുപോയത്, പിന്നെ സ്കൂൾ യൂണിഫോമിലായാലും വരുന്നത്. നമ്മൾ തീർച്ചയായിട്ടും ഈ അവസരത്തിൽ രവീന്ദ്രൻ മാഷിനെ ഓർത്തു പോകുന്നു. ഇനി വേറൊരു കാര്യം കൂടെ ലാൽ മറന്നിരിക്കുന്ന കാര്യം പറയാം. അപ്പോൾ ആ സമയത്ത് പാട്ടുകൾ കുറവായിരുന്നു രവീന്ദ്രൻ മാഷക്ക്. അപ്പോൾ വേണു നാഗവള്ളി പറഞ്ഞു നമുക്ക് പുള്ളിയെ കൊണ്ട് ചെയ്യിക്കാം, റീ റെക്കോർഡിങ് മാത്രം ജോൺസൺ മാഷെ കൊണ്ട് ചെയ്യിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പാട്ടൊക്കെ ഹിറ്റായതിനു ശേഷം ലാലിനെ കാണാനായിട്ട് കോഴിക്കോട് പുള്ളി വരെയാണ്. അപ്പം പുള്ളി ലാലിനോട് ചോദിച്ചു, എനിക്കൊരു പടം തന്നൂടെ എന്ന് ചോദിച്ചു ലാൽ അപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും എൻ്റെ അടുത്ത പടം ഞാൻ തന്നിരിക്കും, അതൊരു നല്ല സിനിമയായിരിക്കുമെന്ന്. അങ്ങനെ ലാൽ കൊടുത്ത പടമാണ് ഹിസ് സൈനസ് അബ്ദുള്ള. നാഷണൽ അവാർഡ്, പാട്ട്, എവിടെ പോയി നിന്നു ആ പടം. ഭരതം, കമലദളം, പിന്നെ അങ്ങോട്ടെല്ലാം. അല്ല, രവീന്ദ്രൻ മാഷെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ സെമി ക്ലാസിക്കൽ സോങ്സാണ് ഓർമ്മ വരുന്നത്. പക്ഷേ പുള്ളിക്കാരൻ ഒരുക്കി എത്ര അടിപൊളി പാട്ടുകളുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ നീ അറിഞ്ഞോ മേലെ മാനത്ത്, പിന്നെ സുന്ദരി, പിന്നെന്താ വാവാ മനോരഞ്ജിനി, പിന്നെ നമ്മുടെ ഈ അയ്യോയു, അതുപോലെയുള്ള തമാശ പാട്ടുകൾ എത്രയോ പാട്ടുകളാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. മോഹൻലാലിനെ സംബന്ധിച്ചോളം ഒരു 10 പേജ് ഡയലോഗ് കൊടുത്താൽ 1 മിനിറ്റ് ഇങ്ങനെ സ്കാൻ ചെയ്യുന്നവരെ നോക്കിയിട്ട് ഫുൾ കാണാതെ പറയും. 400 അടിയുള്ള ഒരു ഷോട്ട് ഹലോ മൈഡിയ റോങ് നമ്പർ ചെയ്തിട്ട് ഡബിങ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു പിക്ചർ ഇടത്തില്ല, അത് പറയാൻ പറ്റുമെന്നും പറയാൻ പറ്റും. ഇപ്പം ഞാൻ ഒരു ഡയലോഗ് ചോദിച്ചാൽ പറയാൻ പറ്റും, പെട്ടെന്ന് ചോദിച്ചാൽ പറയാനല്ലേ? അതിലെ ആ ഇംഗ്ലീഷ് ഡയലോഗ് ഇല്ലേ, ഷേക്സ്പിയറിൻ്റെ, അറിയാൻ പറ്റുമോ? ഇംഗ്ലീഷാണ്. ഞാനും MG ശ്രീകുമാർ ഇംഗ്ലീഷ് ഡയലോഗ്സ് പറയില്ല. ഈ ഒരു സമയത്ത് ഈ സിനിമയെ പറ്റി നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തു. പക്ഷേ ഈ സിനിമയിൽ ഉണ്ടായിരുന്ന ഒത്തിരി കലാകാരന്മാർ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അവരെ ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഓഡിയോ വിഷ്വലിലേക്ക് പോവാം. തീർച്ചയായിട്ടും അവരെയൊക്കെ നമ്മൾ ഒരുപാട് ഓർക്കുന്നു. ഇതിലെല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. ഈ ജന്മത്തിലല്ല, കഴിഞ്ഞ ജന്മത്തിലോ അതിന് മുൻപുള്ള ജന്മത്തിലോ ഒക്കെ പരിചയമുള്ള ആൾക്കാർ പലതാണ്. വേണുചേട്ടനായാലും സുകുമാരി ചേച്ചിയായാലും സോമേട്ടൻ അല്ലേ, കുഞ്ഞാണ്ടിയേട്ടൻ, പപ്പുവേട്ടൻ, തിക്കുറിശ് സാർ, നമ്മുടെ മലയാള സിനിമയിലെ
കാരണവരായിരുന്നു അദ്ദേഹം. അതുപോലെ അടൂർ പങ്കജം ചേച്ചി, സുകുമാരി ചേച്ചി. എന്തായാലും നമ്മളൊക്കെ അപ്പൂപ്പ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അദ്ദേഹം അപ്പൂപ്പ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളൂ. അതിൽ ഒരാൾ ഞാനായിരുന്നു. പക്ഷേ ഞാൻ പറയും ഇന്നും ഓട്ടോ കാണുമ്പോൾ എല്ലാവരും ആൾക്കാർ ഈ പറയുന്ന സംഭവം ഉണ്ട്. ഇവരെല്ലാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കാര്യമാണ് തോന്നുന്നത്. നമുക്ക് ഈ പടം കാണുമ്പോൾ നമ്മൾ ഇവരെയൊക്കെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് തോന്നുന്നത്. ഇവരൊന്നും മരിച്ചു പോയിട്ടില്ല. ലാല് പറഞ്ഞ മാതിരി നമ്മുടെ കൂടെ ഉണ്ട് അവരെല്ലാം. അവരുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ ഒക്കെ ഉണ്ട്. എന്തായാലും അവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ കണ്ണീർ പ്രണാമം.